ഈ വാർത്താ മണിക്കൂറിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. രാജ്യം പൊതുതെരഞ്ഞെടുപ്പിലേക്ക് കടക്കുകയാണ്. തീയതി പ്രഖ്യാപിക്കാൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനം 3 മണിക്ക് ഡൽഹിയിലെ വിഗ്യാൻ ഭവനിൽ നടക്കും. 7 ഘട്ടങ്ങളായി രാജ്യത്ത് പൊതുതെരഞ്ഞെടുപ്പ് നടക്കുമെന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന സൂചനകൾ. ആന്ധ്രാപ്രദേശ്, ഒഡീഷ, അരുണാചൽ പ്രദേശ്, സിക്കിം സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതിയും ഇന്നറിയാം. ജമ്മു കാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഇന്നുണ്ടായേക്കില്ല. അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപ് ഭരണ നേട്ടങ്ങളും നിർണായക നിയമനിർമ്മാണങ്ങളും ചൂണ്ടിക്കാട്ടി വോട്ടേഴ്സിന് തുറന്ന കത്തുമായി പ്രധാനമന്ത്രി. 140 കോടി ജനങ്ങളെ കുടുംബാംഗങ്ങളെന്ന് അഭിസംബോധന ചെയ്ത നരേന്ദ്രമോദി വികസിത ഭാരതത്തിനെ പിന്തുണയ്ക്കണമെന്നും അഭ്യർത്ഥിച്ചു. ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകും. ആർ കെ, വിഗ്യാൻ ഭവനിലെ വാർത്താ സമ്മേളനം 3 മണിക്ക്, പൊതുതെരഞ്ഞെടുപ്പിന്റെ തീയതി വരുന്നു. ഇതുവരെ ലഭ്യമായ സൂചനകൾ 5 മുതൽ 8 ഘട്ടങ്ങൾ അല്ലെങ്കിൽ ഏതാണ്ട് ഒരു 7 ഘട്ടം അങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് രാജ്യത്ത് നടക്കുക എന്നത്. ഏപ്രിൽ 15-ന് ശേഷം കേരളത്തിൽ തെരഞ്ഞെടുപ്പിന് സാധ്യതയുണ്ട്. ജമ്മു കാശ്മീരിൽ സംസ്ഥാന പദവി സംബന്ധിച്ച് തീരുമാനം വൈകുന്നതുകൊണ്ട് ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉണ്ടാകില്ല. എന്നാൽ മറ്റു ചില നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഇതിനൊപ്പം നടക്കും. അത്തരം വിവരങ്ങളൊക്കെ വരുന്നുണ്ട്. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന നിർദ്ദേശം നമ്മളുടെ മുന്നിൽ നിൽക്കുന്ന പശ്ചാത്തലത്തിൽ ഈ തെരഞ്ഞെടുപ്പിന് മറ്റൊരു തരത്തിലുള്ള പ്രത്യേകതകൾ കൂടിയുണ്ട്. എന്തൊക്കെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒരുക്കങ്ങളൊക്കെ സംബന്ധിച്ച് നമുക്ക് ലഭ്യമാകുന്ന മറ്റു വിവരങ്ങൾ? വിജയൻ, രാഷ്ട്രീയമായിട്ട്, നിയമപരമായിട്ട്, സാമൂഹികമായിട്ട് വലിയ പ്രതിഫലനങ്ങൾ ഉണ്ടാക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിന്റെ ചുവട്ടിലാണ് നമ്മൾ ഉള്ളത്. ആ തെരഞ്ഞെടുപ്പിലേക്കാണ് നമ്മൾ പോകുന്നത്. നിയമപരമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത വിജയൻ ചൂണ്ടിക്കാട്ടിയതാണ്. 2029 മുതൽ ഈ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് രീതികൾ മാറുന്നു എന്നുള്ളതാണ്. രാജ്യത്തെ ഒരു പ്രസിഡൻഷ്യൽ രീതിയിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഈ BJP ശ്രമിക്കുന്നു എന്ന ആക്ഷേപം നേരത്തെ തന്നെ ഉയർന്നിരുന്നതാണ്. അതിനെ കൂടുതൽ ശക്തമാക്കുന്ന വിധത്തിലാണ് ഈ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന പദ്ധതിയിലേക്ക് അടക്കം ഉള്ള നിർദ്ദേശങ്ങൾ വന്നിരിക്കുന്നത്. അതിന് അനുകൂലമായിട്ടുള്ള തീരുമാനം നിലവിൽ രാഷ്ട്രപതിയുടെ പക്കൽ റിപ്പോർട്ടായിട്ട് രാംനാഥ് കോവിന്ദ് സമിതി സമർപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ വിഷയം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കുന്ന നിലപാടും വളരെ പ്രധാനപ്പെട്ടതായിരിക്കും. രണ്ടാമത്തത്, ഈ തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയമായിട്ടുള്ള പ്രാധാന്യമാണ്. 2 ടേമുകളിലായി രാജ്യം ഭരിച്ച ഏതാണ്ട് 10 വർഷത്തോളം പൂർത്തിയാക്കിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആ രാഷ്ട്രീയ സന്ദേശം സൂചിപ്പിച്ചുകൊണ്ടാണ് ഇന്ന് തന്റെ കത്ത് ജനങ്ങൾക്ക് മുന്നിൽ വച്ചിരിക്കുന്നത്. ഈ 10 വർഷം കൊണ്ട് രാജ്യത്തെ വിവിധ നേട്ടങ്ങളിലേക്ക് നയിക്കാൻ സാധിച്ചു. സാമൂഹിക പരിഷ്കരണത്തിലേക്കും നിയമപരിഷ്കരണത്തിലേക്കും ഒക്കെ കൊണ്ടുപോകാനായിട്ട് തന്റെ സർക്കാരിനെ സാധിച്ചു. ജനാധിപത്യത്തെ കൂടുതൽ മികച്ചതാക്കി മാറ്റാൻ തനിക്ക് സാധിച്ചു, തൻ്റെ സർക്കാരിന് സാധിച്ചു എന്ന അവകാശവാദമാണ് അദ്ദേഹം നടത്തുന്നത്. പക്ഷേ കോൺഗ്രസ് വളരെ ശക്തമായിട്ടുള്ള വിമർശനം ഈ ദിവസം തന്നെ ഇക്കാര്യത്തിൽ നടത്തിയിട്ടുണ്ട്. നിലവിലുള്ള സർക്കാരിന് കോർപ്പറേറ്റുകളോട് മാത്രമാണ് താല്പര്യം എന്നതടക്കമുള്ള വിമർശനങ്ങളാണ് ഉള്ളത്. ഈ ഇലക്ടറൽ ബോണ്ട് വിവരങ്ങൾ അടക്കം പുറത്തു വന്ന സാഹചര്യത്തിൽ കൂടി ഈ തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ പ്രാധാന്യം വളരെ വലുതാണ്. സാമൂഹികമായിട്ടുള്ള മാറ്റത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ കൂടുതൽ ജനവിഭാഗങ്ങളെ വോട്ടിങ്ങിന് വേണ്ടി എത്തിക്കുക എന്നതുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിച്ചിട്ടുള്ള നടപടികളാണ്. രാജ്യവ്യാപകമായിട്ട് വലിയ പ്രചരണ പരിപാടികൾ കഴിഞ്ഞ മാസങ്ങളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തി വന്നിരുന്നു. ആ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ എല്ലാ പ്രചരണ പരിപാടികൾക്കും ശേഷമാണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത്. അങ്ങനെ നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് 75 വർഷത്തോളം പഴക്കമുള്ള ഈ സ്വതന്ത്ര രാജ്യത്തെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പ് വലിയ പ്രാധാന്യം നൽകുന്നതാണ്. മൂന്നാമതൊരു ടേം കൂടി നരേന്ദ്രമോദി സർക്കാരിന് ലഭിച്ചാൽ അത് കോൺഗ്രസിനും ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷികൾക്കും താങ്ങാവുന്നതിലപ്പുറത്തുള്ള ആഘാതമായിരിക്കും ഉണ്ടാക്കുക. കേന്ദ്ര ഏജൻസികളുടെ അടക്കം അന്വേഷണ വലയിൽ കുടുങ്ങിയിരിക്കുന്ന ഈ വിഭാഗത്തിലെ നേതാക്കന്മാരെ സംബന്ധിച്ച് അതുകൊണ്ട് തന്നെ വളരെ ശക്തമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണം അല്ലെങ്കിൽ മുന്നോട്ട് വെച്ചേ മതിയാകൂ. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ് ഇന്ത്യ സഖ്യം. ഘടനാപരമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ ഇപ്പോഴും നേരിടുന്നുണ്ടെങ്കിലും അതിനെയെല്ലാം മറികടന്നുകൊണ്ട് പൊതുവായിട്ടുള്ള താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ BJPക്കെതിരെ ഒറ്റക്കെട്ടാകാനായിട്ടുള്ള തീരുമാനമാണ് ഇന്ത്യ മുന്നണി ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. ഒരു കാര്യമുള്ളത്, ഇപ്പോൾ തെരഞ്ഞെടുപ്പ് തീയതി വരുന്നതിന് മുൻപ് തന്നെ BJP 258 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. കോൺഗ്രസ് 2 ഘട്ടം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. ഇന്ത്യ മുന്നണിയിലെ പല ഘടകകക്ഷികളും NDAയിലെ മറ്റു പാർട്ടികളുമൊക്കെ അവരുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നു.
ഇനി വരാനിരിക്കുന്നത് ഈ തമിഴ്നാട് അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ BJP സ്ഥാനാർത്ഥി പട്ടികയിൽ വലിയ കൗതുകം പ്രതീക്ഷിക്കുന്നുണ്ട്. പ്രധാനമന്ത്രി സൗത്ത് ഇന്ത്യയിൽ മത്സരിക്കുമോ എന്നൊക്കെ ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. രാഹുൽ ഗാന്ധി അമേഠിയിലെ കൂടെ ജനവിധി തേടുമോ വയനാട് കൂടാതെ എന്ന ചോദ്യം ഉയരുന്നുണ്ട്. എപ്പോഴാണ് കോൺഗ്രസിൻ്റെയും BJPയുടെയും തെരഞ്ഞെടുപ്പ് സമിതികൾ ഇനി ചേരാനിരിക്കുന്നത്? മൂന്നാം ഘട്ട പട്ടിക ഈ ദിവസങ്ങളിലുണ്ടോ? BJPയുടെ തെരഞ്ഞെടുപ്പ് സമിതി ഇന്ന് യോഗം ചേരുന്നുണ്ട്. കോൺഗ്രസിൻ്റെത് അടുത്ത ദിവസം യോഗം ചേരുകയും ചെയ്യും. തീർച്ചയായിട്ടും വിജയൻ ചോദിച്ചതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ഉള്ള ഒരു സമീപനത്തിന്റെ മാറ്റം അതുകൂടിയാണ്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുമ്പ് തന്നെ ഈ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനായിട്ടുള്ള ഒരു തയ്യാറെടുപ്പ് രാഷ്ട്രീയ പാർട്ടികൾ നടത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ഉള്ള പ്രഖ്യാപനം ഇതിനകം BJP 256 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് കഴിഞ്ഞു. ബാക്കിയുള്ളവരെ കൂടി പ്രഖ്യാപിക്കാനാണ് അവർ ശ്രമിക്കുന്നത്. സമാനമായിട്ട് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ആ വിധത്തിലുള്ള നീക്കങ്ങൾ നടക്കുന്നു. കോൺഗ്രസ് മാത്രമല്ല, മറ്റ് എല്ലാ പ്രധാനപ്പെട്ട പാർട്ടികളും, തൃണമൂൽ കോൺഗ്രസ് ആണെങ്കിലും ഒക്കെ ഈ പാർട്ടികൾ അവരുടെ സ്ഥാനാർത്ഥികളെ പൂർണ്ണമായിട്ടും പ്രഖ്യാപിക്കാനായിട്ടുള്ള ശ്രമങ്ങളിലാണ് ഇപ്പോൾ ഉള്ളത്. അത് അടുത്ത ദിവസങ്ങളിൽ പൂർത്തിയാക്കി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രചരണ പരിപാടികളിൽ കൂടുതൽ സജീവമാകുക എന്നുള്ളതാണ് ഇവരുടെ എല്ലാം ലക്ഷ്യം. അതിനു വേണ്ടിയിട്ട് രാജ്യത്തെ എല്ലാ ഭാഗങ്ങളിലും ശക്തമായിട്ടുള്ള പ്രചരണ പരിപാടികൾ, റാലികൾ ഒക്കെ സംഘടിപ്പിക്കാനായിട്ടുള്ള തീരുമാനമാണ് അവർ കൈക്കൊണ്ടിരിക്കുന്നത്. വിവിധ വിഷയങ്ങളുണ്ട്. അതിൽ ഏറ്റവും അവസാനം വന്ന പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചട്ടങ്ങളുടെ പ്രകാശനം അടക്കമുള്ള കാര്യങ്ങൾ ഒക്കെ നിലനിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രചരണ രംഗത്ത് ഇറങ്ങുന്ന പാർട്ടികളെ സംബന്ധിച്ച് ഏതെങ്കിലും വിധത്തിൽ വിഷയത്തിന് പഞ്ഞമുള്ള ഒരു സാഹചര്യം അല്ല. തങ്ങളുടെ നേട്ടങ്ങൾ എന്നതിൽ ഉപരി മറ്റുള്ള വിഭാഗത്തിന്റെ ന്യൂനതകൾ ചൂണ്ടിക്കാട്ടാൻ കൂടി സാധിക്കുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. അങ്ങനെ തെരഞ്ഞെടുപ്പിന് ഉള്ള മണ്ണൊരുങ്ങിയിരിക്കുന്നു. ഇനി അതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രഖ്യാപനം കൂടി വന്നാൽ വളരെ ശക്തമായിട്ടുള്ള പ്രചരണത്തിലേക്കായിരിക്കും കാര്യങ്ങൾ വഴിമാറുന്നത്. യെസ്, RK സൂചിപ്പിച്ചതുപോലെ ഏതാണ്ട് ഒരു 2-2.5 മണിക്കൂർ കഷ്ടിച്ചേ ഉള്ളൂ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനത്തിന്. 3 മണിക്ക് വിഗ്യാൻ ഭവനിൽ വാർത്താ സമ്മേളനം ചേരും, തീയതി പ്രഖ്യാപിക്കും. ഒരു പൊതു തെരഞ്ഞെടുപ്പിന്റെ മൂഡിലേക്ക് രാജ്യം പൂർണ്ണമായും ഇതിനോടകം മാറിയിട്ടുണ്ട്. അതിൻ്റെ തീയതി കൂടി കുറിക്കുന്ന ഒരു ചടങ്ങാണ് ഇനി ബാക്കിയുള്ളത്. 3 മണിക്ക് നമുക്ക് ആ വിശദാംശങ്ങളിലേക്ക് വരാം. കേരളത്തിലെ ചില പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളിലേക്കാണ് ഇനി വാർത്താമഴ കടക്കുന്നത്. 2 ലോക്സഭാ മണ്ഡലങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ BDJS ഇന്ന് പ്രഖ്യാപിച്ചു. കോട്ടയത്ത് തുഷാർ വെള്ളാപ്പള്ളിയും ഇടുക്കിയിൽ സംഗീത വിശ്വനാഥും മത്സരിക്കും. NDAയിൽ BDJSന് നൽകിയ മാവേലിക്കര, ചാലക്കുടി മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ നേരത്തെ പാർട്ടി പ്രഖ്യാപിച്ചിരുന്നു. മണ്ഡലത്തിന്റെ വികസനത്തിന് കേന്ദ്ര സർക്കാരിന്റെ ഭാഗമായ ജനപ്രതിനിധികളെയാണ് വേണ്ടതെന്ന് തുഷാർ വെള്ളാപ്പള്ളിയും സംഗീത വിശ്വനാഥനും പറഞ്ഞു. 100% ഇവിടെ ജയിക്കാൻ കഴിയുമെന്നാണ് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ജനങ്ങൾക്ക് മുഴുവൻ അറിയാം, റബ്ബറിന്റെ വില പ്രശ്നം തീർക്കണമെങ്കിൽ, അതല്ല ഇവിടുത്തെ ടൂറിസത്തിന്റെ പ്രശ്നം തീർക്കണമെങ്കിൽ, പുതിയ വ്യവസായങ്ങൾ വരണമെന്നുണ്ടെങ്കിൽ, റബ്ബറിന്റെ നമ്മുടെ നെല്ലിന്റെ പ്രശ്നങ്ങൾ തീർക്കണമെന്നുണ്ടെങ്കിൽ ഇത് കേന്ദ്രത്തിന് സഹായം കിട്ടിയാൽ മാത്രമേ ഇവിടെ ചെയ്യാൻ കഴിയൂ. അതുകൊണ്ട് തന്നെ കേന്ദ്ര ഗവൺമെന്റിനോടൊപ്പം നിൽക്കുന്ന ഒരു MP ഇവിടെ നിന്നുണ്ടാകാതെ ഒരു ഡെവലപ്മെന്റ് ഇവിടെ ഉണ്ടാകാൻ കഴിയില്ല. BDJS എന്ന പ്രസ്ഥാനത്തിൽ, NDA എന്ന പ്രസ്ഥാനത്തിൽ ഒരു സ്ഥാനാർത്ഥിയായിട്ട് പാർട്ടി തെരഞ്ഞെടുത്തു എന്നുള്ളതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇടുക്കിയെ സംബന്ധിച്ച് ഒരുപാട് വിഷയങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഒരു വന്യമൃഗ അറ്റാക്ക്, അത് സാധാരണക്കാരുടെ ജനങ്ങളായിട്ടുള്ള അവർക്ക് കർഷകർക്കും ഒരുപാട് ഉപദ്രവങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. മോദിയുടെ പ്രഭാവവും മോദിയുടെ കാഴ്ചപ്പാടും ഒരു ലീഡർ എന്നുള്ളത് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന ഒരു ലീഡർ നമുക്ക് കേരളത്തിൽ ഉണ്ടായതുകൊണ്ടാണ് ഇന്ന് നമുക്കറിയാം പലരും ഈ ഒരു പ്രസ്ഥാനത്തിലേക്ക് BDJS ആയാലും BJP ആയാലും ആ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. NDA എന്ന പ്രസ്ഥാനത്തിലൂടെ ഇറങ്ങുമ്പോൾ വലിയൊരു മുന്നേറ്റം ഇന്ന് കേരളത്തിൽ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. ടോബി ജോൺസൺ കോട്ടയത്തു നിന്ന് വിവരങ്ങൾ നൽകും. ടോബി, നേരത്തെ തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞു കോട്ടയത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് മുമ്പ് റബ്ബർ വിലയുടെ കാര്യത്തിൽ ചില തീരുമാനങ്ങൾ ഉണ്ടാകും, തീരുമാനങ്ങൾ എടുക്കും. അദ്ദേഹം ഇന്ന് പറയുന്നു പ്രധാനമന്ത്രിയെ കണ്ടു, അമിത്ഷായെ കണ്ടു, JP നദ്ദയെ കണ്ടു. ഇന്നലെ നമുക്കറിയാം റബ്ബർ ബോർഡിൻ്റെ ഒരു തീരുമാനമുണ്ടായി. കയറ്റുമതിക്കാർക്ക് അവരെ പ്രോത്സാഹിപ്പിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് സഹായം നൽകുന്ന ഒരു പദ്ധതി റബ്ബർ ബോർഡ് ഇന്നലെ പ്രഖ്യാപിച്ചു. അപ്പോൾ റബ്ബർ വില ഉയരും എന്നതാണ് തുഷാർ വെള്ളാപ്പള്ളി കോട്ടയത്ത് മത്സരിക്കാൻ ഒരു തീരുമാനം, അത്തരമൊരു തീരുമാനം എടുക്കുന്നതിൻ്റെ ഒരു കാരണമായി ഇന്ന് സൂചിപ്പിച്ചത്. എത്ര പ്രതീക്ഷയുണ്ട് BDJSന് കോട്ടയത്തും ഇടുക്കിയിലും? എന്താണ് ഈ നേതാക്കളൊക്കെ വാർത്താ സമ്മേളനത്തിൽ പങ്കുവച്ചത്?
വിജയകുമാർ, തീർച്ചയായിട്ടും റബ്ബർ വിഷയം ചർച്ച ചെയ്യാതെ ഒരു മുന്നണികൾക്കും മധ്യകേരളത്തിൽ പ്രത്യേകിച്ചും കോട്ടയത്ത് മത്സരിക്കാൻ സാധിക്കില്ല. കാരണം അവർ ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഈ റബ്ബർ വിഷയം തന്നെയായിരിക്കും. അതിൽ മറുപടി പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് ഒരു മുഴം മുന്നേ എറിഞ്ഞ് ഇത്തരത്തിൽ BJP നേതൃത്വത്തോട് താൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്, റബ്ബർ വില വർധനവ് നടപ്പാക്കണം എന്നതടക്കമുള്ള കാര്യങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് തുഷാർ വെള്ളാപ്പള്ളി കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അതിന് പിന്നാലെയാണ് ഈ അന്താരാഷ്ട്ര വിപണിയിലെ വിലക്കയറ്റത്തിന് അനുസരിച്ച് ആഭ്യന്തര കർഷകർക്ക് ഗുണം ലഭിക്കുന്നതിന് വേണ്ടി കയറ്റുമതി കൂട്ടുന്നതിന് വേണ്ടിയുള്ള അല്ലെങ്കിൽ അതിന് ഒരു ഇൻസെന്റീവ് ഏർപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത്. എന്തായാലും അത് BJPക്ക് ഗുണം ചെയ്യും. വരുന്ന ദിവസങ്ങളിൽ പ്രചരണം നടക്കുമ്പോൾ എൻഡിഎയുടെ സ്ഥാനാർത്ഥികൾക്ക് പ്രത്യേകിച്ചും കോട്ടയത്ത് മത്സരിക്കുന്ന തുഷാർ വെള്ളാപ്പള്ളിക്കടക്കം ഇത് ഗുണം ചെയ്യും. അവർ പ്രചരണത്തിൽ ഇത് നിശ്ചയമായും ഉന്നയിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഏതായാലും സജീവമായി തന്നെ NDA ഈ ഒരു മധ്യ കേരളത്തിൽ ഒരു സീറ്റ് പ്രതീക്ഷിക്കുന്നുണ്ട്. തങ്ങൾക്ക് ഇത്തവണ കോട്ടയം അടക്കമുള്ള സീറ്റുകളിൽ വിജയിക്കാൻ സാധിക്കുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. മോദിയുടെ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ ആ ഒരു വികസന നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടി തന്നെ വോട്ട് തേടുന്നത് കൊണ്ട് തന്നെ കേരള കോൺഗ്രസുകൾ തമ്മിലുള്ള പോരാട്ടമാണെന്ന് പറയുമ്പോഴും മധ്യ കേരളത്തിലും ചില മുന്നേറ്റം നടത്താൻ സാധിക്കുമെന്ന് അവർ പറയുന്നു. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ ആദ്യം 2 സീറ്റുകളിലാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്, മാവേലിക്കരയിലും ചാലക്കുടിയിലും. അതിനുശേഷം പല അഭ്യൂഹങ്ങളുണ്ടായിരുന്നു. തുഷാർ വെള്ളാപ്പള്ളി ഇടുക്കിയിലേക്ക് പോകുമോ എന്നുള്ള ഒരു ആശങ്കയുണ്ടായി, ഒരു ചർച്ചകൾ നടന്നിരുന്നു. അതോടൊപ്പം തന്നെ ഇടുക്കിയിൽ ഒരു അപ്രതീക്ഷിത സ്ഥാനാർത്ഥി വരുമോ എന്നുള്ള ചർച്ചകൾ നടന്നു. ചില അഭ്യൂഹങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. എന്തായാലും BDJSന്റെ സ്ഥാനാർത്ഥികൾ തന്നെയാണ് ഈ 2 സീറ്റുകളിലും വന്നിരിക്കുന്നത്. കോട്ടയത്ത് തുഷാർ വെള്ളാപ്പള്ളിയും അതുപോലെ തന്നെ ഇടുക്കിയിൽ, അതാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം, ഒരു വനിതാ പ്രാതിനിധ്യം കൂടി അവർ ഉറപ്പാക്കിയിരിക്കുന്നു. സംഗീത വിശ്വനാഥനും വന്നിരിക്കുന്നു. ഇന്ന് ചേർന്ന സംസ്ഥാന എക്സിക്യൂട്ടീവാണ് തീരുമാനമെടുത്തത്. അങ്ങനെ ഈ 4 സീറ്റുകളിലും BDJSന് സ്ഥാനാർത്ഥികളായിരിക്കുന്നു. അവർ മത്സര രംഗത്തേക്ക് കടന്നിരിക്കുകയാണ്. PC ജോർജ് ഉയർത്തുന്ന ചില വെല്ലുവിളികൾ മാത്രമാണ് BDJSന് കോട്ടയത്തുള്ളത്. അത് BJP നേതൃത്വത്തോട് പറഞ്ഞ് ആ പ്രശ്നം പരിഹരിക്കാനുള്ള നീക്കവും BDJSന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. വിജയകുമാർ. യെസ്, ടോബി ജോൺസൺ ആണ് വിവരങ്ങൾ നൽകിയത്. ഇനി BJPയുടെ സ്ഥാനാർത്ഥികൾ 4 പേർ കൂടി പ്രഖ്യാപിക്കാനുണ്ടെന്ന് BJPയുടെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി ഡൽഹിയിൽ ചേരുന്നുണ്ട്. അതിനുശേഷം പാർലമെന്ററി ബോർഡും ഉണ്ടാകും. ഉടൻ 3ാം ഘട്ട പട്ടിക വരും. അതിൽ കേരളത്തിലെ ബാക്കി അവശേഷിക്കുന്ന മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികൾ ഉണ്ടാകും എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. കേരളത്തിലെ സംസ്ഥാന സർക്കാരിൻ്റെ റബ്ബർ സബ്സിഡി സംബന്ധിച്ച തീരുമാനവും ഇപ്പോൾ വരുന്നുണ്ട്. അത് ഉയർത്തിക്കൊണ്ടുള്ള ബജറ്റ് പ്രഖ്യാപനത്തിന് ആനുപാതികമായി അതിൻ്റെ ഉത്തരവ് കൂടി ഇറങ്ങിയിട്ടുണ്ട്. ഏപ്രിൽ മുതൽ റബ്ബർ സബ്സിഡി കൂട്ടും എന്നത് സംബന്ധിച്ച ഉത്തരവ് ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിൽ അതും മധ്യ കേരളത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്, നിർണായകമാണ്. ചില രാഷ്ട്രീയ പ്രതികരണങ്ങളിലേക്ക് കൂടി വാർത്താമഴ കടക്കുന്നു. CAAയിൽ മുഖ്യമന്ത്രിക്ക് മറുപടിയുമായി ഡോക്ടർ ശശി തരൂർ MP രംഗത്ത്. പൗരത്വ നിയമ ഭേദഗതി പാർലമെന്റിൽ കൊണ്ടുവന്നപ്പോൾ ആദ്യം എതിർത്തത് താനാണ്. ഗൂഗിളിൽ തിരഞ്ഞാൽ പ്രസംഗങ്ങൾ കിട്ടുമെന്നും ഡോക്ടർ ശശി തരൂർ പറഞ്ഞു. ഈ ലെഫ്റ്റുകാർക്ക് വേറെ വേലയില്ലെന്ന് എനിക്ക് ദുഃഖം തോന്നുന്നു. കാരണം പറയണതൊക്കെ ഇന്നാളെ മുഖ്യമന്ത്രി പറഞ്ഞു CAAയിൽ കോൺഗ്രസ് ഒരു ശബ്ദം ഉയർത്തിയില്ല. ഞാനാണ് ആദ്യം ആ ബില്ലിന്റെ ഇൻട്രൊഡക്ഷനെ ഒപ്പോസ് ചെയ്തത്. അതെന്റെ ഒരു അവകാശമായി ഞാൻ അതിന് എഴുത്തെഴുതി കൊടുത്തത്. ഞാൻ സംസാരിച്ചു ബില്ലിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പാടില്ല, കാരണം ഇത് കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടന ലംഘനമാണ് പറഞ്ഞിട്ട് ഞാൻ സംസാരിച്ചു. അത് കഴിഞ്ഞിട്ട് ആ ഡിബേറ്റ് വന്നപ്പോൾ ഞാനാണ് തർക്കിച്ച്. അത് കഴിഞ്ഞിട്ട് അമിത്ഷാ സംസാരിക്കുമ്പോൾ എന്റെ ഒരു തർക്കം നടത്തി. ഇതെല്ലാം സംഭവിച്ച ശേഷം കോൺഗ്രസ്സുകാർ അവിടെ ഉണ്ടായിരുന്നില്ല. അവരുടെ അധ്യക്ഷന്റെ ഒപ്പം ലഞ്ച് കഴിക്കുന്നു. മുഖ്യമന്ത്രിക്ക് പറയാൻ ആരാണ് ഇതൊക്കെ അദ്ദേഹത്തോട് പറഞ്ഞു കൊടുക്കുന്നത്? ഇതിന്റെ തെളിവൊക്കെ യൂട്യൂബിലുണ്ട്, പോയി കാണട്ടെ. ഡിസംബർ 4-ന് ബില്ല് അവതരിപ്പിച്ചപ്പോൾ 10 പേരാണ് എതിർത്തതെന്ന് ET മുഹമ്മദ് ബഷീർ പറഞ്ഞു. അതിൽ 2 പേർ ലീഗ് MPമാരായിരുന്നു. അതിൽ AM ആരിഫിന്റെ പേരില്ലെന്നും മുഖ്യമന്ത്രിയുടെ വ്യാജ പ്രചാരണമാണെന്നും ET മുഹമ്മദ് ബഷീർ പറഞ്ഞു. ആ ഒബ്ജക്റ്റ് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ 10 പേരാണ് ഒബ്ജക്റ്റ് ചെയ്യുന്നത്. ആ 10 പേരിൽ ഞാനും കുഞ്ഞാലി സാഹിബും. ഇതിൽ ആരിഫിൻ്റെ വിലയില്ല. മാർക്സിസ്റ്റ് പാർട്ടി അല്ലാതെ പ്രതിനിധിക്കുന്ന ആള് ഇതിൽ നിരാകരണ പ്രമേയമേ കൊടുത്തിട്ടില്ല. അതേസമയം മുസ്ലിം ലീഗിനും കോൺഗ്രസിനുമെതിരെ വിമർശനം തുടരുകയാണ് സമസ്ത. പൗരത്വ നിയമം നടപ്പാക്കില്ലെന്ന് സംസ്ഥാന സർക്കാർ പറയുന്നത് കോൺഗ്രസിനൊപ്പം നിൽക്കുന്ന ലീഗ് കണക്കിലെടുക്കണമെന്ന് ഉമർ ഫൈസി മുക്കം പറഞ്ഞു. സ്വസ്ഥമായി ജീവിക്കാൻ പോരാട്ടം നടത്തുന്ന സമയത്തെ നേതാക്കളുടെ കൂടുമാറ്റം വേദനിപ്പിക്കും. ഒരു പ്രത്യേക രാഷ്ട്രീയത്തെ ആശ്രയിച്ച് നിൽക്കുന്ന സംവിധാനമല്ല സമസ്തയെന്നും അദ്ദേഹം 24നോട് പറഞ്ഞു. ഒരു പ്രത്യേക ഒരു രാഷ്ട്രീയത്തെ ആസ്വദിച്ചോ സ്വാധീനിച്ചോ അല്ലെങ്കിൽ അതിൻ്റെ കീഴിലോ നിൽക്കുന്ന ഒരു സംവിധാനമല്ല സമസ്തയുടേത്. അതിൻ്റെ പത്രത്തിൻ്റെതും അങ്ങനെ തന്നെയാണ്. CAA കൊണ്ടുവന്നപ്പം അതിനെ ഇവിടെ നടത്തില്ല എന്ന് ധൈര്യത്തോടെ ഒഞ്ഞോക്കോടുകൂടെ പറഞ്ഞത് ഈ കേരളം ഭരിക്കുന്ന ഇടതുമുന്നണിയാണ്.
കോൺഗ്രസിൻ്റെ കൂടെ നിൽക്കുന്ന ലീഗും കാര്യങ്ങളൊക്കെ പ്രത്യേകം ഒന്ന് കണക്കിലെടുക്കേണ്ട ഇത്തരം സംഗതികളാണ്. മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്ക്. രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായ യാത്ര ഇന്ന് മുംബൈയിൽ സമാപിക്കും. ഇന്ത്യ സഖ്യ നേതാക്കളെ അണിനിരത്തി നാളെ വൈകിട്ട് മുംബൈയിലെ ശിവാജി പാർക്കിൽ റാലി സംഘടിപ്പിക്കും. മഹാരാഷ്ട്രയിൽ മഹാവികാസ് അഘാഡിയിലെ സീറ്റ് തർക്കം തുടരുകയാണ്. പ്രശ്നപരിഹാരത്തിനായി കോൺഗ്രസ് നേതാക്കൾ ശരത് പവാറുമായി ഇന്ന് ചർച്ച നടത്തി. മുംബൈയിൽ നിന്ന് ശ്രീനാഥ് ചന്ദ്രൻ വിവരങ്ങൾ നൽകും. ശ്രീനാഥ്, രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനം അല്പസമയത്തിനകം ചേരും. പ്രധാനപ്പെട്ട അദ്ദേഹത്തോട് ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട് എന്ന് ശ്രീനാഥ് തന്നെ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. ഈ സഖ്യ ചർച്ച അത് വഴിമുട്ടി നിൽക്കുകയാണോ ഇപ്പോൾ? വിജയകുമാർ, രാഹുൽ ഗാന്ധി ഏതായാലും വാർത്താ സമ്മേളനത്തിൽ എത്തിയിട്ടില്ല. അങ്ങനെ ഒരു വാർത്ത വന്നത്, അങ്ങനെ ഒരു സന്ദേശം കോൺഗ്രസ് ക്യാമ്പിൽ നിന്ന് വന്നതിന് ജയറാം രമേശ് അല്പസമയം മുമ്പ് മാധ്യമപ്രവർത്തകരോട് ക്ഷമ ചോദിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ജയറാം രമേശാണ് ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഒപ്പം രമേശ് ചെന്നിത്തല അടക്കമുള്ള, നാനാ പട്ടോളെ അടക്കമുള്ള നേതാക്കളുമുണ്ട്. ഞാനിപ്പോൾ ഉള്ളത് ടിപ് ടോപ്പ് ഹോട്ടലാണ് ഥാനയിലുള്ള. അവിടെയാണ് ഇന്നിപ്പോൾ ഉച്ചഭക്ഷണത്തിനായി റാലി നിർത്തിയിരിക്കുന്നത്. ഇനിയിപ്പോൾ ഥാനയിലെ പര്യടനം പൂർത്തിയാക്കി ഉച്ചയ്ക്ക് ശേഷം മുംബൈയിലേക്ക് പ്രവേശിക്കും. വൈകിട്ട് ഏതാണ്ട് 4-4:30 മുംബൈയിൽ അംബേദ്കറുടെ ചൈത്യഭൂമി അംബേദ്കർ സ്മാരകത്തിൽ എത്തി യാത്ര അവസാനിക്കുകയാണ്. പക്ഷേ നാളെയാണ് യഥാർത്ഥത്തിൽ മുന്നണിയുടെ ഒരു ശക്തി പ്രകടന വേദിയാക്കി മുംബൈ മാറാൻ വേണ്ടി പോകുന്നത്. മഹാവികാസ് അഘാഡിയുടെ അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയുടെ പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളെയും അണിനിരത്തിക്കൊണ്ട് മുംബൈയിലെ ശിവാജി പാർക്കിൽ വെച്ച്, ദാദറിലെ ശിവാജി പാർക്കിൽ വെച്ച് വൈകിട്ട് 5 മണി മുതൽ രാത്രി 9 മണി വരെ നീണ്ടു നിൽക്കുന്ന ഒരു വലിയ റാലി നടക്കാൻ വേണ്ടി പോകുന്നുണ്ട്. അതിൻ്റെ ഒരുക്കങ്ങൾ ഒരു വശത്ത് നിൽക്കുന്നു. പക്ഷേ അപ്പോൾ പോലും സംസ്ഥാനത്തിനകത്ത് മഹാവികാസ് അഘാഡിയിലെ സീറ്റ് ചർച്ച ഇപ്പോഴും പൂർത്തിയായിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്. ഇന്ന് രാവിലെയും ശരത് പവാറുമായി KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും അടക്കമുള്ള നേതാക്കൾ ഇന്ന് രാവിലെ അദ്ദേഹത്തിൻ്റെ വസതിയിലെത്തി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു ഔട്ട്കം എന്താണ് എന്നത് നമുക്കിനിയും അറിയേണ്ടിയിരിക്കുന്നു. മറുവശത്ത് BJP 20 സീറ്റുകൾ, അവർക്ക് നേരത്തെ ഉണ്ടായിരുന്ന സിറ്റിംഗ് സീറ്റുകളിൽ 20 എണ്ണത്തിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പക്ഷേ അവിടെയും തർക്കം പൂർണ്ണമായി തീർന്നിട്ടില്ല. ശിവസേനയും NCPയും പിളർന്നു വന്ന വിഭാഗങ്ങൾക്കുള്ള സീറ്റുകളെക്കുറിച്ച് ഇപ്പോഴും ചർച്ചകൾ അവിടെയും നടക്കുന്നുണ്ട്. വിജയകുമാർ. ശ്രീനാഥ്, അമേഠിയിലും രാഹുൽ ഗാന്ധി മത്സരിച്ചേക്കുമെന്ന് ചില ഓൺലൈൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിലൊരു ഔദ്യോഗിക സ്ഥിരീകരണമോ ഔദ്യോഗിക തീരുമാനമോ ഒന്നും ഉണ്ടായതായി കാണുന്നില്ല. അത്തരത്തിൽ എന്തെങ്കിലും സൂചനകളുണ്ടോ? രാഹുൽ ഗാന്ധി ആ നിലയിൽ പാർട്ടി ആവശ്യപ്പെട്ടാൽ മത്സരിക്കുമെന്ന ഒരു വളരെ സാധാരണഗതിയിൽ പറയുന്നു എന്നതിനപ്പുറത്തേക്ക് അമേഠി എന്നതൊരു ചോയ്സായി രാഹുൽ തെരഞ്ഞെടുത്തിട്ടുണ്ടോ? രണ്ടാമത്തെ മണ്ഡലമായി എന്തെങ്കിലും സ്ഥിരീകരിച്ച വിവരങ്ങളുണ്ടോ അക്കാര്യത്തിൽ? ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം പാൽഘറിൽ വെച്ച് നടത്തിയ റാലിയിലാണ് ഇതുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ ഉയർന്നത് രാഹുൽ ഗാന്ധിയോട് തന്നെ. അമേഠിയിൽ കൂടി മത്സരിക്കാൻ പറഞ്ഞാൽ മത്സരിക്കുമോ എന്നുള്ള ചോദ്യത്തിനായിരുന്നു. അങ്ങനെ പാർട്ടി ഏതെങ്കിലും സീറ്റുകൾ മത്സരിക്കാൻ ആവശ്യപ്പെട്ടാൽ അത് താൻ അനുസരിക്കും, താൻ പാർട്ടിക്ക് വിധേയനായി പ്രവർത്തിക്കുന്ന ആളാണ് എന്ന് അദ്ദേഹം പറയുകയും ചെയ്തിട്ടുണ്ട്. അതാണ് അത്തരത്തിൽ വാർത്തയായി വന്നത്. ഒരുപക്ഷെ ഇന്ന് അതുമായി ബന്ധപ്പെട്ട കൂടുതൽ ചോദ്യങ്ങൾ അദ്ദേഹത്തിന് നേരെ ഉണ്ടായേനെ. പക്ഷേ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പങ്കെടുക്കുന്നില്ല. ഒരുപക്ഷെ വൈകിട്ട് വീണ്ടും പൊതു റാലികൾ നടക്കുമ്പോൾ, മുംബൈയിൽ വെച്ച് നടക്കുന്ന റാലികളിൽ ഒരുപക്ഷെ അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ നടത്താനുള്ള സാധ്യതയുണ്ട്. ഏതായാലും വയനാട്ടിൽ അദ്ദേഹം മത്സരിക്കുമെന്ന കാര്യത്തിൽ നേരത്തെ തന്നെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ടതോടുകൂടി തന്നെ വ്യക്തമായി. അമേഠിയിലെ കാര്യത്തിൽ ഇപ്പോഴും പാർട്ടി പറയട്ടെ എന്നുള്ളൊരു നിലപാടിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുകയാണ്. അതെന്താവും എന്നത് നമുക്കിനിയും കണ്ടറിയേണ്ടി വരും. ശ്രീനാഥ് ചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. മുംബൈയിൽ നിന്ന് രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനം നടത്തുമെന്ന് നേരത്തെ സൂചനയുണ്ടായിരുന്നു. പക്ഷേ ജയറാം രമേശാണ് മാധ്യമങ്ങളെ കാണുന്നത്. രാഹുൽ ഗാന്ധി ഇന്ന് മാധ്യമങ്ങളെ കാണുന്നില്ല. ഭാരത് ജോഡോ ന്യായ യാത്ര ഇന്ന് അവസാനിക്കുകയാണ്. നാളെ ശിവാജി പാർക്കിൽ ഗംഭീര റാലി സംഘടിപ്പിക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചിട്ടുണ്ട്. ഇന്ത്യ സഖ്യത്തിലെ മുഴുവൻ നേതാക്കളെയും അതിലേക്ക് ക്ഷണിക്കുകയും ചെയ്തിട്ടുണ്ട്. വാർത്താമഴയിലേക്ക് വീണ്ടും സ്വാഗതം. ഡൽഹി മദ്യനയ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം. റൌസ് അവന്യൂ കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. അറസ്റ്റ് ഉണ്ടായേക്കുമെന്ന അഭ്യൂഹത്തെ തുടർന്ന് വലിയ പ്രക്ഷോഭം സംഘടിപ്പിക്കാൻ ആം ആദ്മി പാർട്ടി ഒരുങ്ങുന്നതിനിടെയാണ് കോടതി ഉത്തരവ്. 15,000 രൂപയുടെ ബോണ്ടിന് പുറമെ 1 ലക്ഷം രൂപയുടെ ആൾജാമ്യത്തിലാണ് കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. കേസിൽ ഇന്നലെ അറസ്റ്റിലായ BRS നേതാവ് K കവിതയെ ED ഇന്ന് ചോദ്യം ചെയ്യും. അച്യുതൻ വിവരങ്ങൾ നൽകും ഡൽഹിയിൽ നിന്ന്. അച്യുതൻ, കവിതയെ അല്പസമയം മുമ്പാണ് കോടതിയിൽ ഹാജരാക്കിയത്. ED കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ അറസ്റ്റ് നിയമവിരുദ്ധമാണ് എന്നാണ് കവിത കോടതിയിൽ പറഞ്ഞത്. എന്താണ് കോടതി നടപടിയുടെ കൂടുതൽ വിവരങ്ങൾ? വിജയകുമാർ, ഏതാണ്ട് അരമണിക്കൂർ മുൻപാണ് കവിതയെ റോസ് അവന്യൂ കോടതിയിലെ പ്രത്യേക കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നത്. ഈ കോടതിയിൽ ഹാജരാക്കുന്നതിന് മുൻപാണ് കവിത പ്രതികരിച്ചത്. അതായത് ഈ അറസ്റ്റ് നിയമവിരുദ്ധമാണ്, എന്തായാലും നടപടികൾ അത് കോടതിയിൽ നേരിടും എന്നുകൂടി
വ്യക്തമാക്കി. ഇപ്പോൾ കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാദം തുടരുകയാണ്. ഈ വാദത്തിനിടയിൽ കോടതി ഇഡിയോട് ഒരു ചോദ്യം ഉന്നയിക്കുകയുണ്ടായി. അതായത് മാർച്ച് 19 കേസ് പരിഗണിക്കാനിരിക്കെ ഏത് സാഹചര്യത്തിലാണ് ഈ അടിയന്തരമായി അറസ്റ്റ് ചെയ്തതെന്ന് ഇഡിയോട് കോടതി ചോദിച്ചിരിക്കുകയാണ്. എന്തായാലും നിലവിലിപ്പോൾ വാദം തുടരുകയാണ്. ഇതേ കേസിലാണ് ഇഡിയുടെ പരാതിയിൽ മജിസ്ട്രേറ്റ് കോടതി ഇന്ന് അരവിന്ദ് കെജ്രിവാളിനോട് ഹാജരാകാൻ നിർദ്ദേശിച്ചത്. ആ പരാതിയിന്മേലുള്ള കേസിൽ ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിന് മുൻകൂർ ജാമ്യം ലഭിച്ചിരിക്കുന്നു. ഉപാധികളോടെയാണ്, അതായത് 15,000 രൂപയുടെ ബോണ്ട്, അതിന് പുറമെ 1 ലക്ഷം രൂപയുടെ ആൾജാമ്യം എന്നീ ഉപാധികളോടുകൂടിയാണ് കേജ്രിവാളിന് മുൻകൂർ ജാമ്യം ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ ആം ആദ്മി പാർട്ടിക്കും കേജ്രിവാളിനും കൂടി ആശ്വാസം നൽകുന്ന ഒരു ഇടപെടലാണ് കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. എന്തായാലും കേസിൽ തുടർ നടപടികൾ അല്ലെങ്കിൽ തുടർവാദങ്ങൾ ഏപ്രിൽ 1 വീണ്ടും ആരംഭിക്കും. ഈ അന്വേഷണത്തോട് സഹകരിക്കുന്നില്ല എന്നാണ് ഇഡി കോടതിയിൽ ആരോപിച്ചിരിക്കുന്നത്. യെസ്, ആർ അച്യുതനാണ് വിവരങ്ങൾ നൽകിയത്. അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം, അതേസമയം കെ കവിതയെ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. കസ്റ്റഡിയിൽ വേണം, വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്നാണ് ഇപ്പോൾ ഇഡി കോടതിയിൽ അറിയിക്കുന്നത്. നമുക്കറിയാം, പൊതുതെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് അതിൻ്റെ തീയതി അറിയാൻ 2 മണിക്കൂർ മാത്രം ശേഷിക്കുകയാണ് ഇഡി പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികൾ നേതാക്കൾക്കെതിരെ ഇത്തരം നടപടികൾ സ്വീകരിക്കുന്നത്. ആ മട്ടിലുള്ള വിമർശനം ഉയർന്നു വരുന്നുണ്ട്. ഒപ്പം തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപനം, പൊതുതെരഞ്ഞെടുപ്പിൻ്റെ ചൂടിലേക്ക് രാജ്യം കടക്കുന്നു. അത്തരം വാർത്തകൾ, അത്തരം റിപ്പോർട്ടുകൾ വരാനിരിക്കുന്ന മണിക്കൂറുകളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുകയാണ്.